ഹായ്, വെൽക്കം ബാക്ക് ടു തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് തിയറിയുടെ ബാക്കിയാണ്. ഗ്രാഫിൻ്റെ കോൺസെപ്റ്റ്സുകളാണ്, ബേസിക് കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഗ്രാഫ്. ഫസ്റ്റ് ടൈപ്പ്, നൾ ഗ്രാഫ്. എ നൾ ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് ദർ ആർ നോ എഡ്ജസ് ബിറ്റ്വീൻ ഇറ്റ്സ് വെർട്ടീസസ്. എ നൾ ഗ്രാഫ് ഈസ് ഓൾസോ കോൾഡ് എംപ്റ്റി ഗ്രാഫ്. ഹിയർ ഇറ്റ് ഈസ് എ നൾ ഗ്രാഫ്. ഇവിടെ എന്താണ്? ദർ ഈസ് നോ എഡ്ജസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെറ്റ് ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു 5. 5 എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ ഗ്രാഫ്. ഇവിടെ സെറ്റ് ഓഫ് വെർട്ടീസസ് 2 ആണ്, നമ്പർ ഓഫ് വെർട്ടീസസ് 2 ആണ്. ഇവിടെ നമ്പർ ഓഫ് വെർട്ടീസസ് 3 ആണ്, ദെൻ നമ്പർ ഓഫ് എഡ്ജസ് 0 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് 0 വരുന്നത് ഇത് മൂന്ന് ഗ്രാഫുകളാണ്. ഇത് നൾ ഗ്രാഫ്, ഇത് വേറെ നൾ ഗ്രാഫ്, ഇത് വേറെ നൾ ഗ്രാഫാണ്. ദെൻ ട്രിവിയൽ ഗ്രാഫ്. A trivial graph is the graph which has only one vertex. A graph consists of only one vertex. Such graphs are known as trivial graphs. Then simple graph. A graph is simple if it has no parallel edges or loop. Here it is a simple graph. There is no parallel edges. Parallel edge എന്ന് പറഞ്ഞു end points സെയിം ആയിട്ട് വരുന്ന edges ഇതിനകത്തില്ല. ഇതിനകത്ത് ലൂപ്പില്ല. പിന്നെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ലൂപ്പ്, ഇങ്ങനെ ഒരു എഡ്ജ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് സിമ്പിൾ ഗ്രാഫ് അല്ല, അപ്പോൾ ഇത് നമ്മൾ മൾട്ടി ഗ്രാഫ് എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാരലൽ എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, 1 to 4 ഇങ്ങനെ 2 എഡ്ജസ് ഉണ്ടെങ്കിൽ അപ്പോഴും ഇത് സിമ്പിൾ ഗ്രാഫ് അല്ല. അപ്പോൾ നോ പാരലൽ എഡ്ജസ് ഓർ ലൂപ്സ്. മൾട്ടി ഗ്രാഫ്. എ ഗ്രാഫ് ഹാവിങ് പാരലൽ എഡ്ജസ് ഈസ് നോൺ ആസ് മൾട്ടി ഗ്രാഫ്. ഒരു ഗ്രാഫിനകത്ത് പാരലൽ എഡ്ജസോ ഓർ ലൂപ്സോ വന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടി ഗ്രാഫ് എന്ന് നമ്മൾ പേര് വിളിക്കും. Then complete graph. A graph in which every pair of vertices is joined by exactly one edge is called complete graph. It contains all possible edges. അതായത് ഒരു ഗ്രാഫിനകത്ത് നമ്മൾ ഏതെങ്കിലും അല്ലെങ്കിൽ 4 വെർട്ടീസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വെർട്ടീസസ് തമ്മിൽ ഏത് വെർട്ടീസസ് തമ്മിലും ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടൊരു എഡ്ജില്ല. ഓക്കെ, ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏത് 2 വേർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് എന്തോരം ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രാഫിനെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്നാണ് പറയുക. എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് കണ്ടെയ്ൻസ് nc2, ദാറ്റ് മീൻസ് n into n minus 1/2 എഡ്ജസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ kn. അപ്പോൾ n വെർട്ടീസസ് ഉള്ള ഗ്രാഫിനെ നമ്മൾ kn എന്നാണ് പറയുക. അതിൽ നമ്പർ ഓഫ് എഡ്ജസ് കാണാനുള്ള ഇക്വേഷൻ n into n minus 1/2, വേർ n ഈസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ്. അപ്പോൾ നോക്കൂ, ഇത് k3 ആണ്. 3 വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇതിനകത്ത് ഏത് 2 പെയർ എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് കാണാൻ നമുക്ക് ഇക്വേഷൻ വെച്ച് കാണണമെങ്കിൽ n into n minus 1/2, 3 into 3 minus 1/2, 6/2, 3 എഡ്ജസ് എന്ന് കിട്ടും. ഇത് k4 ആണ്. 4 വെർട്ടീസസ് ഉള്ളൊരു കംപ്ലീറ്റ് ഗ്രാഫ്. എവരി പെയർ ഓഫ് വെർട്ടീസസ് ആർ കണക്റ്റഡ്. ഹിയർ നമ്പർ ഓഫ് വെർട്ടീസസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ n into n minus 1/2, 4 into 4 minus 1/2, 12/2 equal to 6 എഡ്ജസ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. k5 എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടീസസ്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാൻ പറ്റുന്നത്. ഡ്രോ k5 എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 2 വെർട്ടീസസ്, 3 വെർട്ടീസസ്, 4 വെർട്ടീസസ്, 5 വെർട്ടീസസ്, നമുക്കിതെല്ലാം കൂടി എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അകത്തൊരു സ്റ്റാർ ഷേപ്പിലൊക്കെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഇത് k5 ആണ്. ഈ k5 കൺസിസ്റ്റ് ഓഫ് 5 into 5 minus 1/2 വെർട്ടീസസ്. ദാറ്റ് മീൻസ് 5 into 4/2 വെർട്ടീസസ്, 22 വെർട്ടീസസ്. അപ്പോൾ 5 into 4/2, 20/2 is equal to 10 വെർട്ടീസസ് ആയിരിക്കും k5-നകത്ത് ഉണ്ടായിരിക്കുക. ഇനി കണക്റ്റഡ് ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അങ്ങനെ പറയാൻ കാരണം എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് വി ക്യാൻ വിസിറ്റ് ഫ്രം എനി വൺ വെർട്ടെക്സ് ടു എനി അതർ വെർട്ടെക്സ്. ഒരു വെർട്ടീസസിൽ നിന്ന് നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഏത് വെർട്ടീസസിലോട്ടും നമുക്കൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും, നമുക്കത് കണക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഗ്രാഫിനെ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ദാറ്റ് മീൻസ് അറ്റ് ലീസ്റ്റ് 1 എഡ്ജ് ഓർ പാത്ത് എക്സിസ്റ്റ് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടീസസ്. ഇപ്പോൾ എച്ചും എയും നമുക്ക് എന്ത് ചെയ്യും, ദർ ഈസ് എക്സിസ്റ്റ് എ പാത്ത്. ഇങ്ങോട്ടൊരു പാത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ 2 വെർട്ടീസസ് തമ്മിൽ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കണക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. ഇങ്ങനെ പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇവിടെ ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ദർ ഈസ് നോ പാത്ത് ബിറ്റ്വീൻ എ ആൻഡ് ഇ. എയും ഇയും നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു എഡ്ജസിലില്ല. എ ടു ഡി എഡ്ജസിൻ്റെ ഇവിടെ നമുക്ക് മിസ്സിംഗ് ആണ്. ഇങ്ങനെയുള്ള ഗ്രാഫുകൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും.
In a regular graph is a graph in which a degree of all the vertices is same. If the degree of all the vertices is k, then it is called k regular graph. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുക്കുക, അതിൻ്റെ എല്ലാ ഡിഗ്രി ചെക്ക് ചെയ്യുക. അപ്പോൾ എയുടെ ഡിഗ്രി 2 ആണ്, 2 എഡ്ജസ് ആണ് അല്ലേ, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഇറ്റ് ഈസ് 2 റെഗുലർ ഗ്രാഫ്. ഇവിടെ നോക്കൂ, എയുടെ ഡിഗ്രി അഗെയിൻ 2 ആണ്, ബിയുടെ ഡിഗ്രി 2 ആണ്, ഡിയുടെ ഡിഗ്രി 2 ആണ്. ഇതും 2 റെഗുലർ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി സെയിം ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് റെഗുലർ ഗ്രാഫ് എന്നാണ്. അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഡിഗ്രി 0, എഡ്ജസ് ഒന്നുമില്ല, ഇതിൻ്റെ ഡിഗ്രി 0, ഇതിൻ്റെ ഡിഗ്രി 0, ഇറ്റ് ഈസ് 0 റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കാം. ഓൾ കംപ്ലീറ്റ് ഗ്രാഫ്സ് ആർ റെഗുലർ ഗ്രാഫ്സ്. എല്ലാ കംപ്ലീറ്റ് ഗ്രാഫുകളും റെഗുലർ ഗ്രാഫ്സ് ആയിരിക്കും. നിങ്ങൾ നോക്കൂ, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്, ഇവിടുത്തെ ഡിഗ്രി 3 ആണ്, ഇവിടുത്തെ ഡിഗ്രിയും 3 ആണ്. അപ്പോൾ എല്ലാ കംപ്ലീറ്റ് ഗ്രാഫുകളും റെഗുലർ ഗ്രാഫുകളായിരിക്കും. ദെൻ ഇനി നമ്മൾ ചില ടേംസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാക്ക്, ഇങ്ങനെ കുറച്ച് ടേംസുകൾ, ട്രയൽ, പാത്ത്, സർക്യൂട്ട്, സൈക്കിൾ. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ഈസ് എ സീക്വൻസ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് ഓഫ് എ ഗ്രാഫ്. ദാറ്റ് ഈസ് ഇഫ് യു ട്രാവേഴ്സ് എ ഗ്രാഫ് ദെൻ വി ഗെറ്റ് എ വാക്ക്. എ സീക്വൻസ് ഓഫ് വെർട്ടീസസ്. ട്രാവേഴ്സ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടീസസ് എന്നിങ്ങനെ തുടങ്ങുക, എന്നിട്ട് ഏതെങ്കിലും ഒരു എഡ്ജിലൂടെ പോയി അടുത്ത വെർട്ടെക്സിലെത്തി, എഡ്ജിലൂടെ പോയി അടുത്ത വെർട്ടെക്സിലെത്തി. നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര ഇതുവരെ എത്തിയാലും ഇത് വാക്ക് തന്നെയാണ്. 1 to 2 വാക്ക് നമുക്ക് പേര് വിളിക്കാം. 1ൽ നിന്ന് 2ലോട്ടുള്ള വാക്ക്. ഇനി നമ്മൾ 1 2 4 3 എന്ന് പറഞ്ഞാൽ ഇതിനെ 1 2 3 വാക്ക് എന്ന് വിളിക്കാം. 2 4 3 ഇങ്ങനെയൊക്കെ നമുക്ക് വാക്കുകൾ വരയ്ക്കാം. വാക്കിൻ്റെ ഒരു പ്രത്യേകത, വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, എഡ്ജസ് ക്യാൻ ബി റിപ്പീറ്റഡ്. പിന്നെ ഒരു വെർട്ടെക്സിൽ വീണ്ടും എത്താം ട്രാവേഴ്സ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. 1ൽ നിന്ന് 2ലോട്ട് പോയി, 2ൽ നിന്ന് 3ലോട്ട് പോയി, 3ൽ നിന്ന് 4ലോട്ട് പോയി, 4ൽ നിന്ന് 3ലോട്ട് പോയി. ഇങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ 3 എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം വന്നു, ദെൻ 3ൽ നിന്ന് വീണ്ടും 1ലോട്ട് പോയി. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, എഡ്ജസ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഇനി ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ എ വാക്ക് ഈസ് സെറ്റ് ടു ബി ഓപ്പൺ വാക്ക് ഇഫ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടിസസ് ആർ ഡിഫറൻറ്റ്. ദാറ്റ് ഈസ് ദ ഒറിജിൻ വെർട്ടിക്സ് ആൻഡ് ടെർമിനൽ വെർട്ടെക്സ് ആർ ഡിഫറൻറ്റ്. ഇപ്പോൾ 1ൽ നിന്ന് തുടങ്ങി ഞാൻ ഇങ്ങനൊരു വാക്കാണ്, ഓക്കെ, 3ലെത്തി. ഇതൊരു ഓപ്പൺ വാക്കാണ്, കാരണം സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 1, എൻഡിങ് പോയിൻറ്റ് 3 ആണ്. എന്നാൽ ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചാണ് എൻഡ് ചെയ്തെന്ന് വിചാരിക്കുക. 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 4ലോട്ട്, 4ൽ നിന്ന് 3ലോട്ട്, ദെൻ 3ൽ നിന്ന് തിരിച്ചും 1ലോട്ട്. അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഈ വാക്ക് ഓപ്പൺ വാക്കിന് എക്സാമ്പിൾ ഇവിടെ കാണിച്ചു നോക്കൂ. 1 2 3 4 5 3 ഇത് ഓപ്പൺ വാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നോക്കൂ. 1 2 ദെൻ 1 2 ആണ്, ദെൻ 2 3, 2ന്ന് 3ലോട്ട്, ദെൻ 3 to 4, 3ന്ന് 4ലോട്ട്, ദെൻ 4 to 5, ദെൻ 5 to 3. ഇറ്റ് ഈസ് എ ഓപ്പൺ വാക്ക്. കാരണം 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്തത് 3ലാണ്. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 1, എൻഡിങ് പോയിൻറ്റ് 3. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെങ്കിൽ അതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കും. അപ്പോൾ വാക്കിൽ മനസ്സിലാക്കേണ്ടത് വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, എഡ്ജസ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഇനി ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പുതിയ ഡെഫിനിഷൻസ് നമുക്ക് പറയാം. ട്രയൽ എന്ന് പറഞ്ഞാൽ ട്രയൽ ഈസ് എൻ ഓപ്പൺ വാക്ക് വിച്ച് നോ എഡ്ജ് ഈസ് റിപ്പീറ്റഡ്. ഓപ്പൺ വാക്കിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ട്രയൽ എന്ന് വിളിക്കുന്നത്. വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. വാക്കിനകത്ത് നമുക്ക് എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യാം, വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, എഡ്ജസ് ക്യാൻ ബി റിപ്പീറ്റഡ്. എന്നാൽ ട്രയലിനകത്ത് വെർട്ടെക്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ബട്ട് നോ എഡ്ജ് ഈസ് റിപ്പീറ്റഡ്. ഹിയർ ഇറ്റ് ഈസ് എ ട്രയലാണ്. ഇതൊരു ട്രയലാണെന്ന് പറയാം, കാരണം നമുക്ക് വരച്ച് നോക്കാം. 1 to 3, 1 to 3, 3 to 8, ഓക്കെ, 3 to 8, 8 to 6, 8 to 6, 6 to 3. ഇവിടെ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 3 ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം. ദെൻ 6 to 3 എത്തി, ദെൻ 3 to 2. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ വാക്ക്. 1ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങോട്ട് തന്നെ എത്തി. ഇത് ഓപ്പൺ വാക്കാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ട്രയൽ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ ക്ലോസ്ഡ് ട്രയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി പഠിക്കണം. ക്ലോസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുക. അപ്പോൾ ഈ ട്രയൽ ഞാൻ ഇതിനകത്തുനിന്ന് വരയ്ക്കാം. 1ൽ നിന്ന് തുടങ്ങി 1 to 3, 3 to 8, ദെൻ 8 to 6,
ദെൻ 6 to 3, 6 to 3, 3 to 2, 2 to 1. നോക്കൂ, 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1-ൽ തന്നെ എൻഡ് ചെയ്തു. ഇത് നമ്മൾ ക്ലോസ്ഡ് ട്രയൽ എന്ന് വിളിക്കും. ഇനി സർക്യൂട്ട്. Traversing a graph such that not an edge is repeated but vertex can be repeated and it is closed. Also, it is a closed trial. നമ്മളിവിടെ ക്ലോസ്ഡ് ട്രയലിന് പറഞ്ഞു. ഈ ക്ലോസ്ഡ് ട്രയലിന് വിളിക്കുന്ന വേറൊരു പേരാണ് സർക്യൂട്ട്. അത്രയേ ഉള്ളൂ. ക്ലോസ്ഡ് ട്രയൽ ഈസ് നോൺ ആസ് സർക്യൂട്ട്. എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം, അത് ക്ലോസ്ഡ് ആയിരിക്കും വേണം. ഇതൊരു സർക്യൂട്ടാണ്, ക്ലോസ്ഡ് ട്രയലാണ്. നോക്കിയാൽ മനസ്സിലാവും 1-ൽ നിന്ന് തുടങ്ങി 1-ൽ തന്നെ അവസാനിച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ വരച്ച് നോക്കിയാൽ ഒരിക്കലും ഒരു എഡ്ജിലൂടെ 2 വരെ നമ്മൾ വരയ്ക്കില്ല. വെർട്ടെക്സിലൂടെ വീണ്ടും പാസ് ചെയ്യും, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. 1 to 2, then 2 to 4, 4 to 3. നിങ്ങൾ ഇവിടെ നോക്കണം, ഇവിടെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. 4 to 3, 4 to 3, then 3 to 6, 6 to 8, 8 to 3. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തു, കുഴപ്പമില്ല. ദെൻ 3 to 1. ഇത് ക്ലോസ്ഡ് ട്രയലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സർക്യൂട്ട്. ദെൻ പാത്ത്. പാത്തിൻ്റെ പ്രത്യേകത, നമ്മൾ തുടങ്ങിയത് വാക്കിൽ നിന്നാണ്. എഡ്ജും റിപ്പീറ്റ് ചെയ്യാം, വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാം. എന്നാൽ എഡ്ജും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് പാത്ത് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ട്രയൽ ഇൻ വിച്ച് എയ്തർ വെർട്ടിസസ് നോർ എഡ്ജസ് ആർ റിപ്പീറ്റഡ്. എഡ്ജും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് വി ട്രാവേഴ്സ് എ ഗ്രാഫ് സച്ച് ദാറ്റ് വി ഡു നോട്ട് റിപ്പീറ്റ് എ വെർട്ടെക്സ് നോർ വി റിപ്പീറ്റ് ആൻ എഡ്ജ് ആസ് പാത്ത് ഈസ് ഓൾസോ എ ട്രയൽ ദാറ്റ് ഈസ് ഓൾസോ എൻ ഓപ്പൺ വാക്ക്. ശരിക്കും വാക്കിൽ നിന്ന് ഒരു വാക്ക് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോഴാണ് നമുക്ക് സർക്യൂട്ടും ട്രയലും പാത്തൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഈ വരച്ചതൊരു പാത്താണോ നമുക്ക് നോക്കാം. എഡ്ജും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 6-ൽ നിന്ന് 6 to 8, 6 to 8, then 8 to 3, 8 to 3, okay, then 3 to 1, 3 to 1, then 1 to 2, then 2 to 4. നോക്കൂ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെയാണ് പോയത്. ഇവിടെ ഒരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ദെൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സിങ് എ ഗ്രാഫ് സച്ച് ദാറ്റ് വി ഡു നോട്ട് റിപ്പീറ്റ് എ വെർട്ടെക്സ് നോർ വി റിപ്പീറ്റ് ആൻ എഡ്ജ്. പാത്ത് പോലെ തന്നെയാണ്. വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യൂല, എഡ്ജും റിപ്പീറ്റ് ചെയ്യൂല. ബട്ട് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ് മസ്റ്റ് ബി സെയിം. ബട്ട് സ്റ്റാർട്ടിങ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സും മാത്രം റിപ്പീറ്റ് ചെയ്യും. ഇവിടെയും 1 ആയിരിക്കും, ഇവിടെയും 1 ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് പാത്ത് എന്നുള്ള രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ക്ലോസ്ഡ് പാത്ത് എന്ന് പറയാൻ പാടില്ല. പാത്ത് എന്ന് പറഞ്ഞാൽ എൻഡും ഇതൊക്കെ എല്ലാം ഡിഫറൻ്റ് ആയിരിക്കണം. വി ക്യാൻ റിപ്പീറ്റ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ് ഓൺലി, ദെൻ വി ഗെറ്റ് എ സൈക്കിൾ. വെർട്ടെക്സ് നോട്ട് റിപ്പീറ്റഡ് നമ്മൾ എഴുതും, എഡ്ജ് നോട്ട് റിപ്പീറ്റഡ്. ബട്ട് ഇതിൻ്റെ കൂടെ വെർട്ടിസസിൽ ഒരാൾക്ക് മാത്രം ഒരു കൺസിഡറേഷൻ ഉണ്ട്, അതായത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടിസസ് സെയിം ആവാം. അപ്പോൾ ഈ ഇതിനകത്ത് വരച്ചത് ഒരു സൈക്കിളാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. 1 to 2, 2 to 4, 3 to 1. അപ്പോൾ നോക്കൂ, 1 to 2, 2 to 4, 4 to 3, 3 to 1 അല്ലേ. 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 1-ൽ തന്നെ എത്തി. അപ്പോൾ ഇതൊക്കെ ബേസിക് കോൺസെപ്റ്റ്സുകളാണ് ഗ്രാഫ് തിയറിയിൽ. ഇനി നമ്മൾ ഇതിനകത്ത് 2 തിയറംസ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട തിയറംസ്, ബേസിക് തിയറംസ് മാത്രം. ഒന്ന് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഹാൻഡ് ഷേക്കിംഗ് തിയറം, ദെൻ ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എനി ഗ്രാഫ് ഈസ് ഈവൻ. ഈ 2 തിയറാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.